അമ്മയോട് ഞാനിത് ഇങ്ങനെ കരഞ്ഞു വിളിച്ച് പറഞ്ഞു. എല്ലാവരും തന്നെ കോഴ്സ് കട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ ഇതുപോലെ ബുദ്ധിമുട്ട് പറയുന്നതുകൊണ്ട് കഷ്ടപ്പാടിൻ്റെ പേര് നിൽക്കുന്ന കൂട്ടുകാരും ഉണ്ട്, ഞങ്ങളെല്ലാവരും തന്നെ ഇവിടെ കുടുങ്ങിയേക്കുവാണ്, ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഈ കോഴ്സിൽ ഇങ്ങനെ തോൽവി കണ്ടപ്പോഴേക്കും ഡിപ്രഷനിലേക്ക് പോയ കൂട്ടുകാർ പോലും എൻ്റെ ഒപ്പമുണ്ട്. എൻ്റെ മുറിയിൽ താമസിച്ചിരുന്ന എൻ്റെ കൂട്ടുകാർ പോലും ഡിപ്രഷനിലേക്ക് പോലും പോയവരുണ്ട്. അത്രയും ബുദ്ധിമുട്ടിലും മാതാവ് എന്നെ ഇതുവരെ മാനസികമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ പിടിച്ചു നിർത്തി. അതേസമയം തന്നെ എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഓർമ്മശക്തിക്ക് പ്രശ്നമുണ്ട്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനൊരു കാര്യം പറയുമ്പോഴേക്കും എല്ലാവരും ഓർക്കും ഇവനത് എന്തെങ്കിലും ഒരു ഇതിൽ അബദ്ധത്തിൽ പറയുന്നതാണ്. എന്നാൽ ഒരു ചെറിയ കാര്യം പറഞ്ഞേൽപ്പിച്ചാൽ പോലും ഞാൻ ചില്ലറ സമയം കൊണ്ട് തന്നെ ആ കാര്യം മറന്നു പോകും. ഒരു വഴിക്ക് പോകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കട കടന്നു കഴിഞ്ഞാലും ഞാൻ ആ കാര്യം ഓർക്കത്തില്ല. നിന്നോട് ഇപ്പോൾ അല്ലേ പറഞ്ഞു വെച്ചതെന്ന് ചോദിക്കും. ഞാനപ്പോൾ പറയും ഞാനത് മറന്നുപോയെന്ന്. ഇതായിരുന്നു അവസ്ഥ. അങ്ങനെയുള്ള ഞാനാണ് ഇത്രയും വിഷയം. ബിഫാം എന്നൊരു കോഴ്സ് ഇന്ത്യയിൽ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു